ബോയ്സ് ആൻഡ് ഗേൾസ്, ഞാൻ സാറിന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാത്തതാണ്. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോക്ക് കൊണ്ടിരിക്കുക കേട്ടോ. വീഡിയോക്ക് പോകാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയത് 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇന്നലെ രാത്രി ഇങ്ങനെ തകർപ്പൻ വീഡിയോ ഒക്കെ ഏതോ കുറച്ച് ആൾക്കാർ ഇട്ടു. അത് കണ്ട് കിളി പോയി രാത്രിയിലേക്ക്. ഞാൻ ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഊമ്പിയ വീഡിയോ ലൈഫിൽ കണ്ടിട്ടില്ല. ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ ഓരോരോ ടൈപ്പ് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര കൂതറ സിറ്റുവേഷനും കൂതറ വീഡിയോയും യൂട്യൂബ് ഇന്ത്യൻ കരിയറിൽ ഇത് ആദ്യമായിരിക്കും. ദിസ് ടേക്സ് എ ഡബ് ഫോർ കേരള യൂട്യൂബ് കമ്മ്യൂണിറ്റി, ബട്ട് ഇൻ ദ റോങ് വേ കേട്ടാ. ഞാനിപ്പോൾ എന്തോ പറയുന്നതൊക്കെ അറിയാമായിരിക്കും. ഇന്നലെ തൊപ്പി വന്നിട്ട് ഈ യൂണിവേഴ്സിനകത്ത് ഞാനില്ല സത്യം പറയുകയാണെങ്കിൽ. ഈ യൂണിവേഴ്സിൽ ഇല്ല. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യം, മെയിൻ റീസൺ, ഐ ഹാവ് മൈ റീസൺസ് ടു ബ്രിങ് ദിസ് അപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാമെങ്കിൽ പ്യൂഡിഫൈ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പ്യൂഡിഫൈ പണ്ട് ഒരു സമയത്ത് അവനൊരു ബ്രിഡ്ജിൽ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ വായിൽ നിന്ന് 2 അക്ഷരം ഇങ്ങനെ ഇറങ്ങി വരും. അന്ന് വന്നു കഴിഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് എല്ലാ അഡ്വർടൈസേഴ്സും എല്ലാവരും ഇറങ്ങിപ്പോവും. ഏകദേശം നല്ലതായിട്ട് പോവും. മിക്കവരുടെ സാലറി പകുതിയായിട്ട് കട്ടാകും കേട്ടാ. അങ്ങനെയാണ് ഒരു സമയത്ത് അത് നടന്നിട്ടുണ്ട്. അത് യൂട്യൂബിൻ്റെ കൾച്ചർ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. അവൻ N-വേർഡ് 2 പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പോൾ അത് നമുക്ക് അടിച്ച ആ സമയത്ത് കിട്ടിയായിരുന്നു യൂട്യൂബിലുള്ള മിക്കവർക്കും. അപ്പോൾ ഇന്നലെ തൊപ്പി ഒരു വീഡിയോ ഇട്ടു. അത് അവൻ്റെ ഗ്യാങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെമ്പേഴ്സ് തമ്മിൽ ചിന്ന ഫൈറ്റ്സ് നടക്കുന്നു. ചിന്ന ഫൈറ്റ്സ് എന്ന് പറയാൻ തുടക്കത്തിലൊക്കെ പറയാമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു വീഡിയോ മാറി, എന്തുവാണ്, ചില സൈറ്റ് മാറി ഇടുന്ന വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഇത് കണ്ടിട്ട് എനിക്ക് ആദ്യം ഞാൻ ആ 2.5 മണിക്കൂറിൻ്റെ ഫുള്ളൊന്നും കണ്ടെന്നില്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ എനിക്ക് കുറച്ച് കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതാ. താഴത്തെ ഒരു 54-53 പറഞ്ഞ ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു. ക്ലിക്ക് ചെയ്തതും അവിടെ അടിച്ചുപോയി ഫിലമെന്റിന്റെ കേട്ടോ. ദൈവമേ, എന്തു പറയണം എന്ന് മനസ്സിലാവില്ല. എന്നാലും സൈറ്റ് മാറി വീഡിയോ ഇട്ടതാ മോസ്റ്റ് പ്രോബ്ലി കേട്ടാ. ആ കമന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഏകദേശം 1,30,000 പേര് കൺകറന്റ്ലി വാച്ചിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 6-8 ലക്ഷം വ്യൂസ് ആയിക്കാണും അതിന്. 6-8 ലക്ഷം വ്യൂസ്. ഐ നീഡ് ടു ടെൽ യു സംതിങ് മാൻ. ഇത്ര ഇംപ്രഷനബിൾ ഓഡിയൻസും ഇത്ര യങ് ഓഡിയൻസും ഉള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനത്തെ, അതും ബ്ലർ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലർ പേരിലുണ്ടായിരുന്നു, ബ്ലർ എഴുതി വെച്ചിട്ടുണ്ടോ ഒന്നാമത്തെ. ആ ബ്ലർ ചെയ്ത് എഡിറ്ററൊന്ന് കാണിച്ചത് ഞാൻ അവന് പഠിപ്പിച്ചു കൊടുക്കുക എന്നെ ബ്ലർ ചെയ്യേണ്ടതെന്ന്. ബ്ലറിന്റെ ബി പോലും ഇല്ല ഇതിനകത്ത്. ദൈവമേ, ഇങ്ങനത്തെ ഒരു കൂതറ വീഡിയോ ഹൗ ക്യാൻ സമ്മൺ അപ്ലോഡ്? കുറച്ച് നമുക്കൊരു കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ഉത്തരവാദിത്വം ഉണ്ട്. ഇങ്ങനത്തെ വീഡിയോ ഇടാൻ നേരത്ത് 1,30,000 പേര് കൺകറന്റ്ലി വാച്ചിങ്. ഇപ്പം 8-9 ലക്ഷം. ഇപ്പം അത് ഇൻസ്റ്റയിൽ പോവും, അവിടെ ഇവിടെയൊക്കെ പോവും. എത്ര പിള്ളേർ കാണുന്നതാണ്, കൊച്ചു പിള്ളേർ കാണുന്നതാണ്. ലേഡീസ് വാച്ചിങ് ആണ് അവൻ്റെ കണ്ടന്റ് ആയിട്ട്. അവിടെ കയറി ഇങ്ങനെ തൂമ്പിയ വീഡിയോ ഇട്ടിട്ട് എന്ത് പറയാനാ. ഇറ്റ്സ് സച്ച് എ ബാഡ് വീഡിയോ മാൻ. അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ പോലും ഹി ഡിഡ്ന്റ് ഹാവ് ടു എക്സ്പ്ലിസിറ്റ്ലി ഷോ ഇറ്റ്. അത് വളരെ മോശമായി വേണ്ട. ഇത് കാരണം ചിലപ്പം ഇതിപ്പം മലയാളം ഇതായതുകൊണ്ട് ചിലപ്പം യൂട്യൂബിന് കയറി നല്ലതായിട്ട് വല്ല പണി കിട്ടത്തില്ലായിരിക്കും യൂട്യൂബിന്, അത് എല്ലാവർക്കും. പക്ഷെ പറയാൻ പറ്റത്തില്ല, അത് ആ ലെവലിലാണ് ഇട്ടിരിക്കുന്ന വീഡിയോ കേട്ടോ. ഐ എം സോ ഷോക്ക്ഡ്. ആ ഷോക്ക് ഫാക്ടർ ഇപ്പോൾ പോലും മാറിയിട്ടില്ല. കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ടേ? സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി, സ്വന്തമായിട്ട് ഗ്യാങ് ഹൗസ് ഉണ്ടാക്കി, സ്വന്തമായിട്ട് ഇവരെയൊക്കെ റിക്രൂട്ട് ചെയ്ത് അവർ ഇത്ര വർഷമായിട്ട് കൂടെ നടന്ന്, എന്നിട്ട് ഇത്ര വർഷം കൂടെ നടന്നപ്പോഴൊന്നും സ്വഭാവമൊന്നും ആരുടെയൊന്നും മനസ്സിലായില്ല. കഴിഞ്ഞ 3 മാസം മുമ്പേ കണ്ട മനസ്സിലായെന്ന് തോന്നുന്നു. I don't hate Nihad or anything. I don't even watch their content. But for me this matters because the same platform ഞാനും വീഡിയോ ഇടുന്നതാണ്. കുറേ ആൾക്കാർ വീഡിയോ ഇടുന്നത്. അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യും. ഇവിടെയുള്ള അത് യൂട്യൂബേഴ്സിനെ ആയാലും മിക്കവരുടെയും കരിയറൊക്കെ ഇതിനകത്തുള്ളതാണ്. അപ്പം ഐ ഹാവ് സംതിങ് ടു സേ ഓൺ ദിസ്. അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോക്കകത്ത് ഇത്ര എക്സ്പ്ലിസിറ്റ് വീഡിയോ, ഹൗ ക്യാൻ യു മാൻ? ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ചില ആൾക്കാർ പറയുന്നു എനിക്കറിയാവുന്ന നിഹാദ് വളരെ ഡീസൻ്റ് ആണെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. ഇത്രയ്ക്ക് ഡീസൻസി വേണമായിരുന്നോ? കുറയ്ക്കായിരുന്നു. നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ കുറച്ചൊക്കെ വി ഹാവ് സം റെസ്പോൺസിബിലിറ്റി. അവൻ ഇത്ര ആൾക്കാർ കാണുന്നതല്ലേ. ആയിട്ട് എപ്പോഴും പറയുമായിരുന്നില്ല, തെറി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, ഫൈനാണ്, അങ്ങനെയാണ്, തെറി പറയാൻ പാടില്ല, ഇതൊക്കെ ചെയ്തിട്ട് തെറി പറയാൻ പാടില്ല. ഓക്കെ, ആ ആംഗിൾ ചിന്തിക്കുന്ന ഒരാൾ ഈ വീഡിയോ ഇടുന്നത് ഏത് എക്സ്ട്രീം സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും he didn't have to explicitly show it to 1,30,000 concurrent watching people. There's no reason for that. Okay,
I'm really disappointed in this fellow, man. Like, really, seriously. Like, അല്ല ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഇത്ര നാറ്റക്കേസിൽ ഞാൻ വരാറേ ഇല്ല, പക്ഷെ പറയാതിരിക്കാറില്ല പോലെ ഇത്ര കൂതറ നാറ്റക്കേസ്. എന്നിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് ചെയ്യുന്നു. എനിക്ക് മനസ്സിലാത്തത് ലൈക്ക് ദേ ഓൾ ആർ അറ്റ് ഫോൾട്ട്. ഓക്കെ, നിഹാദിന് അറിയാം നിഹാദിന്റെ ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന്. ഇത്ര നാളായിട്ട് അവന്റെ കൂടെ നിന്ന് ഇതൊരു അവന് ഐഡിയ കഴിഞ്ഞ ഇടയ്ക്ക് കിട്ടിയെന്ന് പറയുന്നത് വളരെ ഇറ്റ്സ് കൈൻഡ് ഓഫ് വിയേർഡ് മാൻ, ടു ബി ഓണസ്റ്റ്. കൂടെയുള്ളവന്മാര് ഇവന്മാരൊക്കെ എൻ്റെ കൂടെ ഉള്ളതാ. പക്ഷേ ഇങ്ങനത്തെ വള്ളി വരുമ്പോൾ നമുക്കൊരു ഭൂരിഭാഗം ഒരു സമയത്ത് നമ്മൾ അറിയും നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണ്, നമ്മുടെ കമ്പാനിയൻഷിപ്പ് എങ്ങനെയാണെന്ന്. കേട്ടോ, ഒന്നും അറിയാതെ ഒറ്റ നിമിഷത്തിൽ അറിഞ്ഞിട്ട് പിന്നെ ഇപ്പം എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല, നിവൃത്തികേടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തേക്ക് ഒരു കണ്ടന്റ് അതും അത് ഇന്നലത്തെ വീഡിയോ ഒട്ടും ഇടാൻ പാടില്ലായിരുന്നു. അങ്ങനത്തെ ആ വീഡിയോ ഇടരുതായിരുന്നു. എത്ര പേര് കാണുന്നതായിരുന്നു, പെൺപിള്ളേർ കാണുന്ന കൊച്ചു പിള്ളേർ കാണുന്ന, ഒട്ടും ഇടാൻ പാടില്ലായിരുന്നു. കാണിച്ചില്ല, ഇനിയൊന്നും കാണിക്കാൻ ബാക്കിയില്ല. ബ്ലർ ചെയ്ത് അതാ ബ്ലർ. ഞങ്ങളുടെ എഡിറ്റർ ഉണ്ട്, ഫ്രീ ആണ്, വേണമെങ്കിൽ ബ്ലർ ആക്കി തരും. ഇപ്പൊ പറഞ്ഞ ആക്കി തരും. ഞങ്ങൾ അങ്ങോട്ട് പോവാ വേണം, അവരെ കുറച്ച് കഴിയുമ്പോ വേണമെങ്കിൽ ഞാൻ എന്റെ എഡിറ്ററിന് തരാം. അല്ലെങ്കിൽ തന്നെ ഇല്ലേ തൊപ്പിയുടെ അവിടെ ഒരു എഡിറ്റർ, തൊപ്പിയുടെ അവിടെ വർക്ക് ചെയ്യാൻ ഒരു എഡിറ്റർ തുടക്ക സമയത്ത് എങ്ങാണ്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ സെയിം എഡിറ്റർ എനിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ ഇങ്ങനത്തെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാ. എന്നുവെച്ചാൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു അവിടെ ഇത് സ്ട്രീമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതൊരു വെറുപ്പിൽ എൻവയറമെന്റ് ആണെന്നാണ് അവൻ പറഞ്ഞത്. അത് ഞാൻ കേട്ട് പിന്നെ എനിക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആകേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് വിട്ടേച്ച്. പക്ഷെ ഇത് നേരത്തെ കുറച്ച് ഇതിന്റെ സംഭവങ്ങളൊക്കെ ഈ എഡിറ്റർ വഴിയൊക്കെ ഏകദേശമൊക്കെ അറിയായിരുന്നു. പക്ഷെ ഈ ലെവൽ ഇതിനെ ന്യായീകരിക്കുന്ന കുറെ ആൾക്കാർ ഇത് ന്യായീകരിക്കുന്ന ആൾക്കാർ ന്യായീകരിച്ചിട്ടില്ലല്ലോ. എനിക്ക് ഒരാളെ ഞാൻ പറയും എന്തായാലും ഇത് ഏതെങ്കിലും ഒരു നോർമൽ സെയിൻ പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ്സ് റിയലി ബാഡ് മാൻ. ഐ ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് പീപ്പിൾ ഹു റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ലൈക്ക് റാഷണൽ പേഴ്സൺ തിങ്സ്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് അങ്ങനെ ഇതിന് എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ മാൻ, യു ഗൈസ് നീഡ് ടു ലൈക്ക് ചെക്ക്, യു ഗൈസ് നീഡ് ടു ചെക്ക് സംതിങ്. കേട്ടോ, എന്തോ എവിടെയൊക്കെ നിങ്ങൾക്ക് തകരാറ് കാണുന്നുണ്ടായിരിക്കും. പക്ഷേ മാൻ, ലൈക്ക് ഐ എം സോ ഡിസപ്പോയിന്റഡ്, ഐ എം സോ ഷിറ്റ്. ആയിട്ട് ചില എനിക്ക് മറ്റേ തുമ്മിയാത്തെറിക്കുന്ന എന്തായിരുന്നു അല്ലേ, അള്ളമാരല്ലോ, അള്ളമാർക്ക് പരിചയം ക്ലിയർ ആയിട്ട് വീഡിയോ കാണണം, എന്നിട്ട് ഇതിനെ റിയാക്ട് ചെയ്യണം. കേട്ടോ, ഇതിനെ റിയാക്ട് ചെയ്യണം. ബാക്കിയുള്ളവരൊക്കെ റിയാക്ഷൻ എനിക്ക് റിയാക്ഷൻ കിട്ടിയത് അതുകൊണ്ട് പ്ലീസ് ഇതിനെ റിയാക്ട് ചെയ്ത് അണ്ണന്റെ വാക്കുകൾ അറിയണം. ഇറ്റ്സ് ഓൾ ഫോർ ഫൺ. ഓക്കെ, ലൈക്ക് it's all for fun. Yeah. Okay, so boys, ഇത് പറയാനുണ്ടായിരുന്നു. I'm really shitty video man, it should never have been there. ഇങ്ങനത്തെ ഊള വീഡിയോ യൂട്യൂബിലല്ല അപ്ലോഡ് ചെയ്യേണ്ടത്, അത് വൈ മാറ്റി പി ഉള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇത് ഓക്കെ ഞാൻ ഇങ്ങോട്ടൊന്നും കാണിക്കുന്ന പോലെയില്ല, എന്റെ ഒരു ചാനലിൽ കാണിക്കാൻ പറ്റത്തില്ല. അത് ബ്ലർ ഇട്ട് അത് ഫുൾ ബ്ലാക്ക് ആക്കി കാണിക്കാൻ പോലെ എനിക്ക് പറ്റും തോന്നില്ല. ഏറ്റവും വിറ്റെന്ന് പറഞ്ഞത് നമുക്ക് ബ്ലർ ചെയ്യാതെ വേണേ കാണിച്ചേനെ. അത് ബ്ലർ ചെയ്യാത്ത ആൾക്കാർ കമന്റ് ബ്ലർ ചെയ്യാത്ത വേണമെന്ന് പറയുന്നത് അപ്പൊ കാണിച്ചനല്ലേ. കേസ് ഇപ്പൊ വെള്ളം കൊടുക്കാന് അവന്റെ പേര് പറഞ്ഞോണ്ടിരിക്കുവല്ലേ. കേസ് നാട്ടക്കേസാണ്, പക്ഷെ ബ്ലർ ഇല്ലാത്ത വേണമെന്ന് ഇപ്പൊ കൊടുത്തേനെ. ഞാൻ ഇപ്പോഴും പറയാം, സൈറ്റ് മാറി കളിക്കുന്നവര് കേട്ടാ, സൂക്ഷിച്ച് കളിക്കണം. യൂട്യൂബ് വേറെയൊക്കെ 6 വെച്ച് ഒരു ട്യൂബൊക്കെ ഉണ്ട്, ആ ട്യൂബൊക്കെ വരും ഇവിടെ. അതുകൊണ്ട് എനിക്ക് വയ്യ മോനെ, എന്ത് പറയാനാണ്. നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാം ഇതെന്താണെന്ന്. സോ see you guys, bye. എന്തെങ്കിലും വാട്ടാ, യൂട്യൂബിന് ബാക്കിയുണ്ടോ ആവോ. എനിക്ക് ഇന്നലെ കുറച്ചുകൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. പ്ലാറ്റ്ഫോം അടിച്ചു കളയല്ലോ ഇവരൊക്കെ കൂടി. യൂട്യൂബ് കുറച്ചുകൂടി അടിച്ചു പോകുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട്.